ക്ഷേത്രത്തിൽ നിന്നും അന്നയുടെ കൈയും പിടിച്ചിറങ്ങിയ ശങ്കർ നേരെ പോയത് ഭക്ഷണം കഴിക്കാനായിരുന്നു. അതും അന്നയുടെ ഇഷ്ട ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ. ക്രിസ്ത്യനായതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഇലയിലെ സദ്യയാണ്. അതറിയുന്ന ശങ്കർ ആദ്യം തന്നെ അതിനുള്ള ഓർഡർ കൊടുത്തിരുന്നു. കടലിൻ്റെ തീരത്തുള്ള മനോഹരമായ ഹോട്ടലിൽ ഗ്ലാസ് വിൻഡോയ്ക്ക് അടുത്ത് തന്നെ ശങ്കർ അന്നയ്ക്കൊപ്പം ഇരുന്നു. അന്നയ്ക്ക് ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നി. ടേബിളിൽ കയ്യൂന്നി അതിൽ മുഖം അമർത്തി അവൾ ശങ്കറിനെ കണ്ണിമയ്ക്കാതെ നോക്കി. എന്താടോ ഇങ്ങനെ നോക്കുന്നത്? ശങ്കർ, ഇതൊക്കെ സത്യം തന്നെയാണോ? ശങ്കർ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ കയ്യിൽ ഒന്ന് കിള്ളി വിട്ടു. അവൾ എരിവ് വലിച്ചു. ഒക്കെ സത്യം തന്നെയാണെൻ്റെ ഭാര്യയെ. ശങ്കർ പൊട്ടിച്ചിരിച്ചു. അവൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ചിരി അതാണെന്ന് അവൾക്ക് തോന്നി. ശങ്കർ, പ്രണയത്തോടെ അവൾ അവൻ്റെ വിരലിൽ വിരൽ കോർത്തു. അവൻ ആ വിരലുകളിൽ മെല്ലെ തഴുകി. സർ, സദ്യ വിളമ്പാൻ റെഡിയായി നിൽക്കുന്ന ചെക്കൻ അല്പം ജാള്യതയോടെ വിളിച്ചു. ഹാ, ഇത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, തൻ്റെ ജോലി നടക്കട്ടെ. ശങ്കർ പറഞ്ഞതും അന്നയുടെ മുഖം നാണത്താൽ ചുവന്നു. അവൻ ചെറുചിരിയോടെ 3 തരം പായസത്തോടുകൂടി സദ്യ വിളമ്പി പിന്മാറി. ശങ്കർ, ഇതൊക്കെ എന്താ? ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ് പെണ്ണെ. താലികെട്ട് കഴിഞ്ഞാ സദ്യ വേണ്ടേ? അവൻ ചിരിച്ചു. അന്നയുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷം അത് മാത്രം മതിയായിരുന്നു അവന്. അവൻ മെല്ലെ എണീറ്റ് ഒരു ഉരുള കയ്യിലെടുത്തു. അന്നയുടെ അരികെ ചെന്ന് നിന്ന് അവൾക്ക് നേരെ നീട്ടി. അന്ന വായ തുറന്നു അത് വാങ്ങി. അവളുടെ കണ്ണുനീർ അവൻ്റെ കയ്യിൽ വീണു ചിതറി. ആ നിമിഷം സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പരസ്പരം നോക്കിയുള്ള ആ ചിരി അതായിരുന്നു ഏറ്റവും സുന്ദരമായ നിമിഷം. റൂമിൽ ശങ്കറിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു. അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്ന അവൻ്റെ കൈ അറിയാതെ നിശ്ചലമായി. അത് ശ്രദ്ധിച്ച അന്ന തലയുയർത്തി. എന്താ ശങ്കർ? ഹേയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നാലോചിച്ചു. അവൾ ഒന്ന് മന്ദഹസിച്ചു. ഞാനും കഴിഞ്ഞുപോയ നിമിഷങ്ങൾ മനസ്സിൽ അടുക്കി വയ്ക്കുകയായിരുന്നു, എൻ്റെ മരണം വരെ ഓർത്തിരിക്കാൻ. ഇതൊന്നും ഞാൻ ഒരിക്കലും. പെട്ടെന്നവൻ അവളുടെ വായ പൊത്തി. ഇനി കഴിഞ്ഞുപോയ എന്നൊന്ന് നമ്മുടെ ജീവിതത്തിലില്ല. ഇന്നു മുതൽ നമുക്ക് സംഭവിച്ചത് മാത്രം മതി ഇനി അങ്ങോട്ട്. അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ഉള്ളിൽ ഒരു വേലിയേറ്റം സംഭവിച്ചു. അവളുടെ ചൂട് അവനിൽ തട്ടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആദ്യ സംഗമം ഓടിയെത്തി. അവൻ്റെ തലച്ചോറിലേക്ക് രക്തം കുതിച്ചു. അവൻ്റെ കൈ അവളെ മുറുക്കി. അതറിഞ്ഞവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനൊന്ന് മറിഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി. അവളുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്നവൻ. അന്ന, രാവിലെ കൺട്രോൾ ചെയ്ത് നിന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? കൂടിയിട്ടുണ്ട് താനും, പക്ഷേ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ താലി വിരൽ കൊണ്ടുയർത്തി. ദേ, ഇത് ഈ കഴുത്തിൽ നാഗത്തെ പോലെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് എനിക്ക് കാണണമായിരുന്നു. ഈ കഴുത്തിന് മാറ്റുകൂട്ടാൻ എൻ്റെ താലി ഇവിടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനി ഞാൻ
നിന്നെ അറിയുമ്പോൾ ഇവിടെ ഇതുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് രാവിലെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തന്നത്. ചിതറിക്കിടന്ന മുടിയിഴകൾ കൈകൊണ്ട് മാറ്റി അവളുടെ നെറ്റിയിൽ അവൻ ഉമ്മ വെച്ചു. കണ്ണുകൾ അടച്ച് അവളത് ഏറ്റുവാങ്ങി. അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിക്കുമ്പോൾ അവളുടെ കൈകൾ അവനിൽ മുറുകിത്തുടങ്ങി. മുടിയിഴ ഉയർത്തി മാറ്റി കഴുത്തിൽ മുഖം ചേർക്കുമ്പോൾ രാവിലെ കണ്ട കാഴ്ച അവൻ ഓർത്തെടുത്തു. അവൻ്റെ ചുണ്ടുകൾ ആവേശത്തോടെ നനുത്ത രോമങ്ങളെ തേടി. അവൻ്റെ പ്രണയം അവളിൽ ഒഴുക്കിവിടാനുള്ള വ്യഗ്രതയായിരുന്നു അവനപ്പോ. കാണാമറയത്തുള്ള കാഴ്ചകൾ തേടി അലയാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സായിരുന്നു അവന്. ശ്വാസഗതി ഏറുന്ന നിമിഷം ഉയർന്നവയിലെ മറ നീക്കി. അന്ന, അനുവാദം ചോദിക്കല്ലേ ശങ്കർ, ഞാനെന്നും നിൻ്റേത് മാത്രമാണ്. അവളുടെ ആ മറുപടി അത് മാത്രം മതിയായിരുന്നു അവന്. തേന്മാവിൽ പടർന്നു കയറിയ മുല്ലവള്ളി പോൽ ശങ്കർ അവളിൽ പടർന്നു. വർഷങ്ങൾ കാത്തുവെച്ച പ്രണയം അവളിൽ ചൊരിയുമ്പോൾ അവൾക്കവനെ അടക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ പ്രണയം അതൊരു പേമാരിയായി അവളിൽ പെയ്തു. അവളുടെ കുറുകൾ ശീൽക്കാരങ്ങളായി മാറി. അതവനിൽ ആവേശമുണർത്തി. കിതപ്പോടെ തളർന്നു കിടക്കുന്ന അവൻ്റെ തലയിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവനെ നോക്കി അവൾ കിടന്നു. ഇപ്പോഴാണ് താൻ പൂർണ്ണയായത് എന്നവൾക്ക് തോന്നി. അവളുടെ നെഞ്ചിടിപ്പ് ശ്രദ്ധിച്ചു കിടന്ന അവന് ആ സ്പർശം കൂടുതൽ ആവേശം നൽകി. മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ഇപ്പോ എൻ്റെ പെണ്ണിന് എന്താ തോന്നുന്നത്? സന്തോഷം. ഒട്ടും ആലോചിക്കാതെ അവൾ പറഞ്ഞു. അത്രയുള്ളൂ? അവൻ്റെ കണ്ണിൽ കുസൃതി. അവൾ കണ്ണുകൾ ചുരുക്കി നോക്കി. അതെ, എനിക്കെന്താ തോന്നാന്നറിയോ? കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചതും അവൾ ചിരി കടിച്ചമർത്തി. അവളുടെ നെഞ്ചിൽ താടിയൂന്നി. എനിക്ക് മതിയായില്ല, ഇനിയും വേണം. അത് ആ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നിട്ടാണോടി അറിയാത്ത പോലെ നടിച്ചത്? ചോദിച്ചുകൊണ്ട് അവനവളെ ബെഡിലേക്ക് വലിച്ചിട്ട് മുകളിൽ അമർന്നു. അവൻ്റെ കുസൃതി തുടർന്നു. ഒപ്പം അവളുടെ പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു. റൂമിൽ ചെന്ന ദേവൻ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കണോ വേണ്ടായോ എന്ന കൺഫ്യൂഷനിലാണ്. അവൻ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വിലങ്ങനെ നടന്നു. താൻ തന്നെയാണോ അച്ഛനോടും വല്യച്ഛനോടും എതിർത്തു സംസാരിച്ചത് എന്നവൻ ഓർത്തു. ജെന്നിയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ്റെ ഹൃദയം തേങ്ങി. വല്യച്ഛൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ജെന്നി ഇതറിയുന്ന നിമിഷം അവളുടെ സ്വന്തം പപ്പയും മമ്മിയുമല്ല അവരെന്ന് അവൾ അറിഞ്ഞ, അയ്യോ, വേദന തന്നെയാണല്ലോ. ഇല്ല, ഇക്കാര്യം അവൾ ഒരിക്കലും അറിയരുത്. എന്നാലും ആരാകും അവളുടെ യഥാർത്ഥ പേരൻസ്? ആ ചിന്തയിൽ അവൻ സ്വയം മറന്നു. പെട്ടെന്നാണ് ആ ചിന്തയെ കീറി മുറിച്ചുകൊണ്ട് വല്യച്ഛൻ്റെ വാക്കുകൾ കാതിൽ തുളച്ചു കയറിയത്. വടിവാൾ വിക്രമൻ, എൻ്റെ പെണ്ണിനെ തൊടാൻ ധൈര്യം കാണിച്ച അവനെ ഒന്ന് കാണണം. ഇനിയൊരു പെണ്ണിനെ കണ്ട അവൻ്റെ എന്തിന് പെണ്ണെന്ന് കേട്ട അവൻ ഭയക്കണം. വിക്രമ, വരുന്നുണ്ട് ഞാൻ നിനക്ക് വിരുന്നൊരുക്കാൻ. അവൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. ജെന്നി മോളെ. രാവിലെ മാനുവലിൻ്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. അവൾ അമ്പരന്നു. ഇതെന്താ, പപ്പയോ? എൻ്റെ സാറക്കൊച്ചെവിടെ? കണ്ണു തിരുമ്മി അവൾ ബെഡിൽ എണീറ്റിരുന്നു. മമ്മിക്ക് നല്ല സുഖമില്ല മോളെ. അയ്യോ, എന്താ പപ്പ? എൻ്റെ മമ്മിക്ക് എന്താ പറ്റിയേ? ഇന്നലെ രാത്രി മുതൽ വല്ലാത്ത പനി. ടാബ്ലറ്റൊക്കെ കൊടുത്തു, പക്ഷേ ഇന്നിപ്പോൾ തീരെ വയ്യ. മോള് വാ, നമുക്ക്
ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഞാനിപ്പോൾ വരാം പപ്പ. അവൾ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി കയ്യിൽ കിട്ടിയ ജീനും ടോപ്പും ഇട്ടുകൊണ്ട് ബെഡിൽ കിടന്ന ഫോൺ എടുത്ത് പോക്കറ്റിൽ തിരുകി അവൾ താഴേക്കോടി. അവൾ ചെല്ലുമ്പോഴേക്ക് അയാൾ അവരെ പിടിച്ചുകൊണ്ട് ഹാളിലെത്തിയിരുന്നു. മമ്മി, ഒരു തരം പിടച്ചിലോടെ അവൾ ഓടിച്ചെന്നു. അവർ വാടിയൊരു പുഞ്ചിരി നൽകി. വിഷമിക്കണ്ടടാ, മമ്മിക്കൊന്നുമില്ല, ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. അവൾ അവരെ ചേർത്ത് പിടിച്ചു. പപ്പ, പോയി കാറെടുക്ക്, ഞാൻ മമ്മിയും കൊണ്ട് വരാം. ശരി മോളെ. അയാൾ പോയതും അവൾ സാറയെ നോക്കി. എന്താ മമ്മി, മമ്മിക്ക് എന്തേലും ടെൻഷനുണ്ടോ? ഒന്നുമില്ലടാ. അവൾ അവരെയും കൊണ്ട് വീട് പൂട്ടിയിറങ്ങി കാറിൽ കയറി. ഡോറിൽ ആരോ ശക്തിയിൽ മുട്ടുന്നത് കേട്ട് വായിൽ വന്ന പുഴുത്ത തെറി ഉറക്ക വിളിച്ചുകൊണ്ട് വിക്രമൻ എണീറ്റു. പിന്നെയും കേട്ട തട്ട് അയാളെ ദേഷ്യം പിടിപ്പിച്ചു. വരുന്നടാ അമ്മായി, അടങ്ങ നീ. ഓ, ഇതെവിടെ പോയി? മുണ്ട് നോക്കിക്കൊണ്ട് അയാൾ പിറുപേർത്തു. അല്ലേലിപ്പോ അതെന്തിനാ, നിക്കറല്ലേ ഇട്ടേക്കുന്നേ. അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. കടന്നു വന്ന സൂര്യകിരണം മുഖത്ത് പതിച്ചതും അയാൾ മുഖം മറച്ചു പിടിച്ചു. അല്ല, വിക്രമേട്ടൻ പള്ളിയുറക്കത്തിലായിരുന്നു അല്ലയോ? അകത്തേക്ക് കടന്നു വന്നത് ആരാണെന്നറിയാൻ അയാൾ കൈകൾ മാറ്റി. ദേവനെ കണ്ടതും അയാളുടെ മുഖം ഇരുണ്ടു. ഇതവനല്ലേ? അപ്പോ ഏതാണ്ടൊക്കെ അറിഞ്ഞുള്ള വരവാ. അയാളുടെ കണ്ണുകൾ ഇടം വലം പാഞ്ഞു. എന്താ വിക്രമേട്ട ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ വന്നതേ വിക്രമേട്ടന് ഗുണമുള്ളൊരു കാര്യം പറയാനാ. എനിക്ക് ഗുണമുള്ള കാര്യമോ? അതേന്ന്, വിക്രമേട്ടന് ശരിക്കും ഗുണമുള്ള കാര്യം. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വേണ്ട, മനസ്സിലായി. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ കോളേജിൽ അഹങ്കാരം പിടിച്ചൊരു മുതലുണ്ട്, ഒന്ന് ഒതുക്കി വിടണം. ആണോ പെണ്ണോ? പെണ്ണ്. അതല്ലേ ഞാൻ വിക്രമേട്ടനെ തന്നെ തിരക്കി വന്നത്. ആണായിരുന്നേ അവൻ്റെ എല്ല് ഞാൻ ഊരില്ലേ. പെണ്ണ് എന്ന് കേട്ടതും അയാളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അതുകണ്ട് ദേവൻ കടപ്പല്ല് ഞെരിച്ചു.